ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിറാക്കിൾ മേക്കേഴ്സ് PSC. നമ്മൾ 30 ഡേയ്സ് ചലഞ്ചിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ക്ലാസ്സുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളും അതേപോലെ ദേശീയോദ്യാനങ്ങളെക്കുറിച്ചിട്ടുമാണ് എടുക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെക്കുറിച്ചിട്ടുള്ള ക്ലാസ് അപ്ലോഡ് ചെയ്തിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മൾ 10th പ്രിലിംസിന് വേണ്ടി ഹോട്ട് ടോപ്പിക് സീരീസും അതേപോലെ SCRT സീരീസും അടങ്ങിയിട്ടുള്ളൊരു പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് എല്ലാവരും പ്രയോജനപ്പെടുത്തണം. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. കേരളത്തിലെ പക്ഷി സങ്കേതങ്ങൾ ഏതൊക്കെയാണ്? കേരളത്തിലെ പക്ഷി സങ്കേതങ്ങൾ: തട്ടേക്കാട് പക്ഷി സങ്കേതം, മംഗളവനം, കുമരകം, അതേപോലെ അരിപ്പ പക്ഷി സങ്കേതം, കടലുണ്ടി, ചൂളന്നൂര്. ഇതെവിടേക്ക് സ്ഥിതി ചെയ്യുന്നത്? തട്ടേക്കാടും മംഗളവനും എറണാകുളം ജില്ലയിലും, കുമരകം കോട്ടയം, അരിപ്പ പക്ഷി സങ്കേതം തിരുവനന്തപുരം, കടലുണ്ടി മലപ്പുറം, ചൂളന്നൂർ പാലക്കാട്. അപ്പോൾ ഇത്രയാണ് കേരളത്തിലെ പക്ഷി സങ്കേതങ്ങൾ. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതവും അതേപോലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതവും ഏതാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതവും ഏറ്റവും വലിയ പക്ഷി സങ്കേതവും തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. ഇത് നിലവിൽ വന്നതെന്നാണ്? 1983 ഡോക്ടർ സലീം അലി പക്ഷി സങ്കേതം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഡോക്ടർ സലീം അലി പക്ഷി സങ്കേതം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്നാണ്? നവംബർ 12-നാണ്. ദേശീയ പക്ഷി നിരീക്ഷണ ദിനം നവംബർ 12-നാണ്. പ്രശസ്ത പക്ഷിശാസ്ത്രജ്ഞനും പ്രകൃതിശാസ്ത്രജ്ഞനുമായ സലീം അലിയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും നവംബർ 12-ന് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നു. ബേർഡ്മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. സലീം അലി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഗോവയാണ്. സലീം അലിം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ്. സലീം അലിം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ്. സലീം അലിം ഒർണിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോയമ്പത്തൂരിലാണ്. സലീം അലിം ഒർണിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി സ്ഥിതി ചെയ്യുന്നത് കോയമ്പത്തൂരിലാണ്. ഇനി ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? അത് കുമരകം പക്ഷി സങ്കേതമാണ്. വേമ്പനാട്ട് പക്ഷി സങ്കേതം എന്നും ഇതറിയപ്പെടുന്നു. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം കുമരകം പക്ഷി സങ്കേതമാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ്. അടുത്ത് മയിലുകളുടെ സംരക്ഷണത്തിനായുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? ചൂളന്നൂരാണ്. മയിലുകളുടെ സംരക്ഷണത്തിനുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ചൂളന്നൂര്. ചൂളന്നൂർ പക്ഷി സങ്കേതത്തിൻ്റെ മറ്റൊരു പേരാണ് KK നീലകണ്ഠൻ പക്ഷി സങ്കേതം. KK നീലകണ്ഠൻ പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്നത് ചൂളന്നൂർ പക്ഷി സങ്കേതമാണ്. കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം രചിച്ച് ഇദ്ദേഹമാണ്. KK നീലകണ്ഠൻ അറിയപ്പെടുന്ന മറ്റൊരു അപരനാമമാണ് ഇന്ദുചൂടൻ. ഇതൊക്കെ PSCക്ക് ചോദിച്ചിട്ടുണ്ട്. ഇന്ദുചൂടൻ എന്നറിയപ്പെടുന്ന KK നീലകണ്ഠനാണ്. കുഞ്ചൻ നമ്പ്യാർ സ്മൃതിവനം എന്ന പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം ചൂളന്നൂർ പക്ഷി സങ്കേതമാണ്. കുഞ്ചൻ നമ്പ്യാർ സ്മൃതിവനം എന്ന പേരിൽ അറിയപ്പെടുന്നത് ചൂളന്നൂർ പക്ഷി സങ്കേതമാണ്. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? കടലുണ്ടി പക്ഷി സങ്കേതമാണ്. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്നത് കടലുണ്ടി പക്ഷി സങ്കേതമാണ്. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ്? കടലുണ്ടിയാണ്. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ടിയാണ്. 2007. സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. അടുത്താണ് മംഗളവനം പക്ഷി സങ്കേതം. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് മംഗളവനം പക്ഷി സങ്കേതം. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് മംഗളവനം പക്ഷി സങ്കേതം. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതവും ഏറ്റവും ചെറിയ പക്ഷി സങ്കേതവും മംഗളവനം പക്ഷി സങ്കേതമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതവും പക്ഷി സങ്കേതവും മംഗളവനം പക്ഷി സങ്കേതമാണ്. കണ്ടൽ വനങ്ങൾ ധാരാളമായി ഇവിടെ കാണപ്പെടുന്നു. കേരളത്തിലെ അപൂർവ ഇനം കടവാവലുകൾ കണ്ടുവരുന്ന പക്ഷി സങ്കേതം മംഗളവനമാണ്. അതേപോലെ കേരള ഹൈക്കോടതി കെട്ടിട സമുച്ചയത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം ഏതാണ്? മംഗളവനം പക്ഷി സങ്കേതമാണ്. പക്ഷി പാതാളം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? വയനാട്ടിലെ ബ്രഹ്മഗിരി മലനിരകളിലാണ്. പക്ഷി പാതാളം വയനാട്ടിലെ ബ്രഹ്മഗിരി മലനിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ പക്ഷി ഗ്രാമോ? കേരളത്തിലെ പക്ഷി ഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാട് ആലപ്പുഴയാണ്. കേരളത്തിലെ പക്ഷി ഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാട് ആലപ്പുഴയാണ്. അപ്പോൾ പക്ഷി സങ്കേതത്തെക്കുറിച്ചിട്ടുള്ള പോയിൻറ്റ്സ് ഇത്രയേ ഉള്ളൂ. അടുത്താണ് കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം എത്രയാണ്? 6 എണ്ണമാണ്. പക്ഷേ PSCയുടെ ഉത്തരം എന്ന് പറയുന്നത് 5 ആണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഏതാണ്? ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കിയാണ്. 4 എണ്ണമാണുള്ളത് ഇടുക്കിയിൽ. ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളമാണ്. ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവികുളമാണ്. എന്നാൽ ഏറ്റവും ചെറിയത് ഏതാണ്? പാമ്പാടും ചോലയാണ്. അതും ഇടുക്കിയിലാണ്. പാമ്പാടും ചോല ഇടുക്കി.
ഇരവികുളം ദേശീയോദ്യാനം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനവും അതേപോലെ ഏറ്റവും വലിയ ദേശീയോദ്യാനവുമാണ് ഇരവികുളം ദേശീയോദ്യാനം. ഇത് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ്. ഇത് വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ടത് 1975-ലാണ്. 1975-ൽ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ടു. ഇവിടെ വംശനാശ ഭീഷണി നേരിടുന്ന അത്യപൂർവ ഇനത്തിൽപ്പെട്ട വരയാടുകളെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം ദേശീയോദ്യാനം. ഇത് ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് 1978-ലാണ്. വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ടത് 1975-ലും ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് 1978-ലാണ്. വരയാടിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ്. നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ്. തമിഴ്നാടിൻ്റെ സംസ്ഥാന മൃഗമാണ് വരയാട് എന്ന് പറയുന്നത്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇരവികുളം ദേശീയോദ്യാനത്തിലാണ്. വിനോദസഞ്ചാര കേന്ദ്രമായ രാജമല ഇരവികുളം ദേശീയോദ്യാനത്തിൻ്റെ ഭാഗമാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനം കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനമാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു എന്നാണ് 1984 ഇന്ദിരാഗാന്ധിയാണ്. ഇത് ഉദ്ഘാടനം ചെയ്ത് 1985 സെപ്റ്റംബർ 7 രാജീവ് ഗാന്ധി. അപ്പോൾ ഇത് രണ്ടും മാറിപ്പോയില്ല. 1984 ഇന്ദിരാഗാന്ധിയാണ് ഇത് ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്. ഇത് ഉദ്ഘാടനം ചെയ്ത് 1985 സെപ്റ്റംബർ 7 രാജീവ് ഗാന്ധിയാണ്. അപ്പോൾ സൈലന്റ് വാലി ബഫർ സോണായി പ്രഖ്യാപിക്കപ്പെട്ടത് 2007-ലാണ്. 9.8 കിലോമീറ്റർ ഭാഗം ഇക്കോ സെൻസിറ്റീവ് സോണായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച കേരളത്തിലെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം. ഇത് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്, മണർക്കാട് താലൂക്കിൽ. കേരളത്തിലെ ഏക നിത്യഹരിത മഴക്കാട് എന്നറിയപ്പെടുന്ന സൈലന്റ് വാലി ദേശീയോദ്യാനമാണ്. അതേപോലെ പശ്ചിമഘട്ടം, നീലഗിരി കുന്നുകൾ എന്നിവയുടെ ഭാഗമായി വ്യാപിച്ചു കിടക്കുന്നു. സൈലന്റ് വാലി ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവാണ് നീലഗിരി. സൈലന്റ് വാലിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനമാണ് മുക്കുറുത്തി ദേശീയോദ്യാനം. സൈലന്റ് വാലി റിസർവ് വനമായി പ്രഖ്യാപിച്ച വർഷമാണ് 1914. സൈലന്റ് വാലിക്ക് ആ പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരനാണ് റോബർട്ട് വൈറ്റ്. അതേപോലെ പുരാണങ്ങളിൽ സൈരന്ധ്രി വനം എന്നറിയപ്പെട്ടിരുന്നത് സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലിക്ക് ആ പേര് വരാൻ കാരണം അവിടെ ചീവീടുകളുടെ അസാന്നിധ്യമാണ്. ഇനി പറയുന്നത് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. PSCക്കൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? കുന്തിപ്പുഴയാണ്. അങ്ങനെയാണെങ്കിൽ ഉത്ഭവിക്കുന്ന നദി ഏതാണ്? തൂതപ്പുഴയാണ്. അപ്പോൾ ഒഴുകുന്ന നദി കുന്തിപ്പുഴയും സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴയുമാണ്. മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദിയാണ് കുന്തിപ്പുഴ. പാത്രക്കടവ് പദ്ധതി ആരംഭിക്കാൻ ഉദ്ദേശിച്ചിരുന്ന നദി കുന്തിപ്പുഴയാണ്. സൈലന്റ് വാലിയിൽ കാണപ്പെടുന്ന അപൂർവ ഇനം പക്ഷിയാണ് ബ്ലാക്ക് ബുൾബുൾ. സൈലന്റ് വാലിയിൽ കാണുന്ന അപൂർവ ഇനം ഓർക്കിഡാണ് ഏറിയ ത്യാഗി. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹാലൻ കുരങ്ങുകൾ ഇവിടെ കാണപ്പെടുന്നു. സിംഹാലൻ കുരങ്ങിൻ്റെ ശാസ്ത്രീയ നാമമാണ് മക്കാക്ക സിലനസ്. വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ് സൈലന്റ് വാലി സിംഹാലൻ കുരങ്ങുകൾ കാണപ്പെടാൻ കാരണം. വെടിപ്ലാവിൻ്റെ ശാസ്ത്രീയ നാമം എന്നാണ്? കുലിനിയ എക്സാറിലാറ്റ. സൈലന്റ് വാലി നാഷണൽ പാർക്കിൻ്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷമാണ് 2009. ആനമുടിച്ചോല ദേശീയോദ്യാനത്തിൽ ഉൾപ്പെടുന്ന 3 ചോല റിസർവ് ഫോറസ്റ്റുകളാണ് ഇടവര ചോല റിസർവ്, പുല്ലാർഡി ചോല റിസർവ്, മന്നവൻ ചോല റിസർവ്. ആനമുടിച്ചോല ദേശീയോദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം ഏതാണ്? തൂവാനം വെള്ളച്ചാട്ടം. ഇത് സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ലയിലാണ്. അപ്പോൾ ആനമുടി ചോല സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. 2003-ലാണ് ഇത് നിലവിൽ വന്നത്. അടുത്താണ് മതികെട്ടാൻ ചോല സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഉടുമ്പൻചോലയാണ്. 1897-ലാണ് ഇത് ഗവൺമെൻറ് റിസർവ് വുഡ്ലാൻഡായി പ്രഖ്യാപിച്ചത്. മതികെട്ടാൻ ചോല ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശം കാട്ടുമലയാണ്. മതികെട്ടാൻ ചോലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ ഏതൊക്കെയാണ്? ഉച്ചിൽ കുത്തിപ്പുഴ, മതികെട്ടാൻപുഴ, ഞണ്ടാർ. പന്നിയാറിൻ്റെ പോഷക നദിയാണ് ഞണ്ടാർ. അടുത്താണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? പാമ്പാടും ചോലയാണ്. 1.32 ചതുരശ്ര കിലോമീറ്ററാണ് അതിൻ്റെ നീളം. അപ്പോൾ നമ്മൾ കേരളത്തിലെ പക്ഷി സങ്കേതങ്ങൾ അതേപോലെ ദേശീയോദ്യാനം എന്നിവയെക്കുറിച്ചിട്ടുള്ള ഒരു ചെറിയ ക്ലാസ് ആയിരുന്നു ഇത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഒപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്